നമസ്കാരം. മലയാള വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ തലശ്ശേരി എരഞ്ഞോളിയിൽ ബോംബ് പൊട്ടിത്തെറിച്ച് വയോധികൻ മരണപ്പെട്ടു. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് നാടിനെ നടുക്കിയ ഈ സംഭവം ഉണ്ടായത്. എരഞ്ഞോളി സ്വദേശിയായ 86-കാരൻ വേലായുധനാണ് മരണപ്പെട്ടത്. വീടിനോടടുത്തുള്ള ഒരു കെട്ടിടത്തിൽ അതിനടുത്തുള്ള പറമ്പിൽ തേങ്ങ പെറുക്കാനായി പോയപ്പോഴായിരുന്നു ബോംബ് പൊട്ടിത്തെറിച്ചത്. ആൾതാമസമില്ലാത്ത ഈ പറമ്പിൽ നിന്നും കിട്ടിയ വസ്തു തുറന്നു നോക്കുന്നതിനിടയിൽ അത് പൊട്ടിത്തെറിക്കുകയായിരുന്നു. പറമ്പിൽ നിന്നും ഒരു പാത്രം കിട്ടി അത് ബോംബാണെന്ന് തിരിച്ചറിയാതെ വീടിന്റെ വരാന്തയിലെ സിമന്റിട്ട പടിയിൽ തട്ടി തുറക്കാനായി ഇദ്ദേഹം ശ്രമിച്ചു എന്നാണ് നിലവിൽ പോലീസ് അനുമാനിക്കുന്നത്. ആ ഭാഗത്തു നിന്നും സിമന്റ് അടർന്നു പോയതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വേലായുധന്റെ കൈപ്പത്തിയും പൂർണ്ണമായും തകർന്നു. ഗുരുതരമായി പരിക്കേറ്റ വേലായുധനെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിനടുത്താണ് ഈ സംഭവം നടന്ന വീട്. പൊട്ടിത്തെറിച്ചത് സ്റ്റീൽ ബോംബാണെന്നുള്ള നിഗമനത്തിലേക്ക് പോലീസും എത്തിയിട്ടുണ്ട്. കണ്ണൂർ റേഞ്ച് DIG തോംസൺ ജോർജാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വേലായുധന്റെ ഇരു കൈകളും ചിന്നിച്ചിതറിയ നിലയിലാണ് കണ്ടെത്തിയത്. ബോംബ് പറമ്പിൽ സൂക്ഷിച്ചതാണോ ആരെങ്കിലും ഉപേക്ഷിച്ചതാണോ എന്നുള്ള കാര്യങ്ങൾ ഇനി കണ്ടെത്തേണ്ടതുണ്ടെന്നും കൂടുതൽ പരിശോധന നടത്തുമെന്നുമാണ് DIG വ്യക്തമാക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധനയും നടത്തിയിരുന്നു. ഇനിയും കൂടുതൽ ബോംബുകൾ ഈ പരിസരത്തുണ്ടാകാം, ഒരുപക്ഷെ പറമ്പിൽ ഒളിപ്പിച്ചിരിക്കാമെന്നുള്ള സംശയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പരിശോധന നടത്തിയത്. KSU സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന V മോഹൻദാസിന്റെ തറവാട് വളപ്പിലാണ് ഈ സ്ഫോടനമുണ്ടായതെന്നാണ് കരുതുന്നത്. 1960 കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം KSU സംസ്ഥാന സെക്രട്ടറി ആയിരുന്നത്. ഈ വീട് വർഷങ്ങളായി തന്നെ അടച്ചിട്ടിരിക്കുകയാണ്. ആൾതാമസമൊന്നും തന്നെ ഇല്ലായിരുന്നു. ഈ പറമ്പിലെത്തി സാധാരണ വേലായുധൻ തേങ്ങ പെറുക്കുകയും അതുപോലെ വിറക് ശേഖരിക്കുകയും ഒക്കെ തന്നെ ചെയ്യാറുണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാരും പറയുന്നത്. ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ കണ്ണൂരിൽ നിരന്തരം റിപ്പോർട്ട് ചെയ്യുകയാണ്. ഈ അടുത്തായിരുന്നു ആക്രി പെറുക്കാൻ പോയ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് സ്റ്റീൽ ബോംബ് പൊട്ടി പരിക്കേറ്റത്. ഉഗ്രശബ്ദത്തിൽ ആദ്യം പൊട്ടിത്തെറിച്ചപ്പോൾ അയൽക്കാരാണത് കണ്ടെത്തിയത്. പോലീസും എത്തി പരിശോധിച്ചപ്പോൾ ഒരാൾ കൊല്ലപ്പെട്ടതായും ഒരാൾക്ക് ഗുരുതരമായി പരിക്ക് സംഭവിച്ചതായും കൈ അറ്റുപോയതായും കണ്ടെത്തി. ഫസൽ ഹക്കാണ് സ്ഫോടന സ്ഥലത്ത് തന്നെ മരണപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ മകനും ആശുപത്രിയിൽ വെച്ച് മരിച്ചു. പോലീസ് ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയിൽ സ്റ്റീൽ ബോംബാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. വീടിന്റെ മുകളിലത്തെ നിലയിലെ കിടപ്പുമുറിയിൽ വെച്ചായിരുന്നു ആ സ്ഫോടനമുണ്ടായത്. പൊട്ടിത്തെറിയിൽ ഓടിട്ട വീടിന്റെ മേൽക്കൂര അപ്പാടെ തെറിച്ചു പോയതായിട്ടാണ് കണ്ടെത്തിയത്. അതുപോലെ തന്നെ പാനൂരിൽ ബോംബ് നിർമ്മാണം നടക്കുന്ന വീട്ടിൽ ബോംബ് പൊട്ടി ഒരാൾ മരിക്കുകയും 4 പേർക്ക് പരിക്ക് സംഭവിക്കുകയും ചെയ്തത് തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ തന്നെയായിരുന്നു. അത് തിരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ തന്നെ ആഘാതമായി CPM-നടക്കം മാറിയിരുന്നു. വോട്ടെണ്ണലിന് ശേഷം ന്യൂമാഹിയിൽ ബോംബേർ നടത്തുന്നതിന്റെ ദൃശ്യങ്ങളും ഈ അടുത്ത് പുറത്തു വന്നത് ഏവരെയും നടുക്കിയതായിരുന്നു. CPM-BJP സംഘർഷത്തിന് പിന്നാലെയാണ് BJP പ്രവർത്തകന്റെ വീടിന് നേരെ ഇങ്ങനെ ഒരു ബോംബേർ ഉണ്ടായത്. ഇതിപ്പോൾ ആവർത്തിച്ച് നടന്നിട്ട് പോലും പോലീസ് കൃത്യമായ കാര്യക്ഷമമായ നടപടി എടുക്കുന്നില്ല എന്നുള്ള ആക്ഷേപവും ശക്തമാണ്. ന്യൂസ് ഡെസ്ക് മലയാള വാർത്ത.